محدش عامل زينا. تحكيم الاسعار في لولو هايبر ماركت. في البحر سمكه بتزق سمكه، على الشط واقف صياد بشبكه. سلم النرويجي طازه في لولو هايبر ماركت، بيغمز بعينه بيلعب بجيله. سلم النرويجي طازه في لولو هايبر ماركت ب 30 ريال، ب 30 ريال بدل 50 ريال الكيلو. قرب يا عمنا، ده محدش عامل زينا، ده بيغمز بعينه وبيلعب بجيله. سمك بولت مصري بتاع بحر رشيد ب 18 ريال، ب 18 ريال بدل 29 ريال الكيلو. Hi dear friends, Assalamu alaikum, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷിഗാസ് കഫേ. ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ജിദ്ദയിൽ അമീർ ഫവാസ് ലുലുവിൽ വെച്ചിട്ട് സീ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വ്യാഴാഴ്ച മുതലാണ് ലുലുവിൽ ഈ ഫിഷ് ഫെസ്റ്റ് തുടങ്ങിയത്. ഒരാഴ്ച വരെയുണ്ട് ഈ ഒരു ഫിഷ് ഫെസ്റ്റ്, അടുത്ത ബുധനാഴ്ച വരെയുണ്ട്. അപ്പോൾ വ്യാഴാഴ്ച ഇതിൻ്റെ ഇനാഗുറേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വ്യാഴാഴ്ച പോകാൻ പറ്റിയില്ല. ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രിയാണ് ഫിഷ് ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോയത്. അമീർ ഫവാസ് ലുലുവിൽ നമ്മൾ എപ്പോൾ പോയാലും നല്ല തിരക്കായിരിക്കും. പാർക്കിങ്ങൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 9:30 ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും പാർക്കിംഗ് കിട്ടാൻ എപ്പോഴും അവിടെ നല്ല തിരക്കാക്കാരം. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ലുലുവിലേക്ക് കയറി. ലുലുവിൻ്റെ എൻട്രൻസിൽ തന്നെ അവർ ഫിഷ് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഫിഷിൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ ഫിഷിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ബാച്ചിലേഴ്സും ഫാമിലിയൊക്കെ നല്ലോണം ഉണ്ട്. പിന്നെ ഞങ്ങൾ ലുലുവിൽ എപ്പോൾ പോയാലും ആദ്യം തന്നെ ഫിഷിൻ്റെ ഭാഗത്താണ് പോകാറുള്ളത്. ഫിഷ് ആദ്യം തന്നെ എടുത്തിട്ട് അവർക്ക് കട്ട് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തു വരുമ്പോഴേക്കും അവർ ഫിഷ് ക്ലീൻ ചെയ്ത് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരുവിധം എല്ലാ ഐറ്റം മീനുകളും ഉണ്ട് ലുലുവിൽ. അത്യാവശ്യം ഓഫറും കൊടുത്തിട്ടുണ്ട് എല്ലാ മീനിനും. ഇത് ഫ്രഷ് തിലാപ്പിയാണ്. ഇത് പൊരിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഏത് മീനും കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. ഇതിൻ്റെ ഫ്രോസണും വരാറുണ്ട്. പക്ഷെ അതിലേറെ കുറച്ചും കൂടെ ടേസ്റ്റ് ഫ്രഷ് ആയിട്ട് കഴിക്കുന്നതിനാണ്. ഇത് സാൽമൺ ഫിഷാണ്. ഇത് നമ്മളെ മസാലയൊക്കെ തേച്ചിട്ട് പൊരിച്ച് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നാറില്ല. ഇത് ഇവർ സൗദികളൊക്കെ നന്നായിട്ട് കഴിക്കുന്നതാണ്. സൗദികളും ഇതേപോലെ യൂറോപ്യൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മീൻ. ഇത് അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്തിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അധികം മസാല ഇല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞണ്ടിന് ഓഫറുണ്ട്. നല്ല ഫ്രഷ് ഞണ്ടാണ്. ഞണ്ട് ഇക്കാക്കും മോനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഞണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. മോൾക്ക് പിന്നെ മീനൊന്നും അങ്ങനെ ഇഷ്ടമല്ല. മോള് മീൻ കഴിക്കാറില്ല. പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു. ചെമ്മീൻ 2-3 ഐറ്റം ചെമ്മീനുണ്ട്. ചെറുതുമുണ്ട്, മീഡിയം സൈസിലുള്ളതുമുണ്ട്, വലുതുമുണ്ട്. അപ്പോൾ ചെമ്മീനൊക്കെ അത്യാവശ്യം നല്ല ഓഫറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഓഫർ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ചെമ്മീൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഇന്നിപ്പോൾ ഫിഷ് ഫെസ്റ്റിൻ്റെ തിരക്കായതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർ നമുക്ക് ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്തിട്ട് തരും. അപ്പോൾ ഞങ്ങളധികം അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വാങ്ങലുണ്ട് അവിടുന്ന്. പിന്നെ ലോബസ്റ്റർ ഉണ്ട്. ലോബസ്റ്റർ കുറച്ചേ കാണുന്നുള്ളൂ, കഴിഞ്ഞതാണോ എന്നറിയില്ല. പിന്നെ ഞങ്ങൾ തൂവാൽ ബീച്ചിൽ പോയ സമയത്ത് അവിടുത്തെ ഫിഷ് മാർക്കറ്റിൽ നല്ല ഫ്രഷ് ലോബസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഹർദീസ് ഫിഷ് ഉണ്ട്. ഈ ഒരു മീൻ ഇവിടെ സൗദികൾക്ക് നല്ല ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല വിലയുള്ള മീനാണ്. അതിനൊക്കെ അവർ ഓഫർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അവർ ഗ്രില്ല് ചെയ്തിട്ടും അതുപോലെ പൊരിച്ചിട്ടൊക്കെ കഴിക്കണതാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ചെന്ന സാൽമൺ ഫിഷാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു പീസൊക്കെ മതിച്ചാൽ ഇതുപോലെ എടുക്കാം. പിന്നെ അതന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പാകത്തിന് ചെമ്മീനൊക്കെ വെച്ചിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
ഇത് ഐക്കോറയും അതേപോലെ ചെമ്മീനുമാണ്. ചെമ്മീൻ പകുതി വേവിച്ചിട്ടുള്ള ചെമ്മീനാണിത്. ഐക്കോറ നമുക്ക് ഒരു പീസൊക്കെ മതിച്ചാൽ അത് ഒരു പീസ് തന്നെ 1/2 കിലോനൊക്കെ വരുന്ന പീസാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. ഈ പകുതി കുക്ക് ചെയ്തിട്ടുള്ള ഈ ചെമ്മീനും നല്ല ഓഫറുണ്ട്. പിന്നെ ഇത് ഉണക്കമീനാണ്. ഉണക്കമീൻ പിന്നെ നമ്മൾ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. എത്ര പച്ചമീൻ കഴിച്ചാലും നമുക്ക് ഇടയ്ക്കൊരു ഉണക്കമീൻ കഴിക്കാൻ ഭയങ്കര പൂതിയായിരിക്കുമല്ലോ. ലുലുവിൽ പിന്നെ ഈ ഉണക്കമീൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒരു 3-4 ഐറ്റമൊക്കെ ഉണക്കമീനാണ് ഉണ്ടാവാറുള്ളത്. നമ്മുടെ നാട്ടിലത്തെ പോലെ എല്ലാ ഐറ്റം ഉണക്കമീനൊന്നും കിട്ടാറില്ല. സ്രാവ്, അതേപോലെ മത്തി, അയില, പിന്നെ ഉണക്കച്ചെമ്മീൻ, അതൊക്കെയാണ് അധികം ഉണ്ടാവാറുള്ളത്. തിരക്ക് കാരണം ഫിഷ് ഫെസ്റ്റിൻ്റെ ഫുൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഞണ്ടും ചെമ്മീനും കുറച്ച് മീനൊക്കെ വാങ്ങി. പിന്നെ ചിക്കൻ എടുക്കാനുണ്ടായിരുന്നു. ചിക്കൻ ഇതുപോലെ അവിടെ ഫ്രഷായിട്ട് മസാല തേച്ച് വെച്ചത് ഉണ്ടാവാറുണ്ട്. സ്പൈസി ആയിട്ടുള്ളതും ഉണ്ട്, സ്പൈസി അല്ലാത്തതും ഉണ്ട്. സ്പൈസി ആണെന്ന് പറഞ്ഞാലും നമുക്കത് അത്ര സ്പൈസി ആയിട്ട് തോന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ മസാല തേച്ച് വെച്ചത് എടുക്കുമ്പോൾ അതിൽ കുറച്ചും കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. ഇത് ഗ്രില്ല് ചെയ്തിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഫിഷ് ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ മീനിൻ്റെ കുറേ ഐറ്റംസ് അവർ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വെറൈറ്റിയിലുള്ള മീനിൻ്റെ ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും കുറേ ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ലുലുവിൽ പോയാൽ ഞങ്ങൾ എപ്പോഴും പോകുന്നൊരു സെക്ഷനാണിത്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒലീവ്സും അതേപോലെ ഉപ്പിലിട്ടിട്ടുള്ള ഈജിപ്ഷ്യൻ പിക്കിൾസ്, അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോൾ പോയാലും ഇങ്ങനത്തെ 1-2 ഐറ്റംസ് ഞങ്ങൾ എടുക്കാറുണ്ട്. പിന്നെ ലുലുവിൽ ചീസ് വെച്ചിട്ടുള്ള സലാഡുകൾ, പല വെറൈറ്റി സലാഡുകൾ ഉണ്ടാവാറുണ്ട്. സ്പൈസി ആയിട്ടുള്ളതും സ്പൈസി അല്ലാത്തതൊക്കെ ഉണ്ട്. പിന്നെ വെജിറ്റബിൾസ് മിക്സ് ചെയ്തിട്ടുള്ളത്, ഒലീവ്സ് മിക്സ് ചെയ്തിട്ടുള്ളത്, പിന്നെ അതുപോലെ സോസേജും വെജിറ്റബിൾസും ചീസൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ കുറേ വെറൈറ്റി സലാഡുകൾ ഉണ്ടാവാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സ്പൈസി ആയിട്ടുള്ള ചീസ് സലാഡാണ്. ഞങ്ങൾ പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ലുലുവിന്ന് തിരിച്ചു പോരുകയാണ് ചെയ്തത്. പിന്നെ ജിദ്ദയിലുള്ളവർ മീൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പോയി നോക്കണം. നല്ല വെറൈറ്റിയിലുള്ള മീനുകളുണ്ട്, നല്ല ഓഫറും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. പറ്റുന്നവരൊക്കെ ഒന്ന് പോയി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്